ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലിനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപക്ഷെ നമ്മുടെ ബെർമുഡ ഗേൾ അല്ലെങ്കിൽ നിക്കർ മാമി എന്നൊക്കെ ചെല്ലപ്പേര് വിളി കേട്ട നമ്മുടെ റസ്മിൻ ബായ് ഔട്ടായി പോകുമെന്ന് വളരെ നേരത്തെ തന്നെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നു. മറ്റത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചില്ല. റസ്മിൻ ബായ് ബിഗ് ബോസ് ഹൗസിൽ നിന്നും ഇപ്പോൾ എയർപോർട്ടിലേക്കുള്ള യാത്രയിലാണ്. നാളെ വൈകുന്നേരത്തോടു കൂടി റസ്മിൻ ബായ് കൊച്ചിയിലെത്തും. അവിടെ ധാരാളം ആളുകൾ റസ്മിൻ ബായിയെ സ്വീകരിക്കാൻ ഉണ്ടാകില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിഗ് ബോസിന് അണിയറയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ പ്രകാരം രണ്ടാമത്തെ എവിക്ഷൻ നടന്നതായിട്ട് ഇതുവരെ നമുക്ക് സൂചനകൾ ലഭിച്ചിട്ടില്ല. അപ്സരയോ ശ്രീതുവോ പോകുമെന്നുള്ള സൂചനകളാണ് ലഭിച്ചിരുന്നത്. എന്നാൽ എവിക്ഷൻ നടന്നതായിട്ട് കൺഫേം ആയിട്ട് ഇതുവരെ ലഭ്യമായിട്ടില്ല. എനിവേ റസ്മിൻ്റെ എവിക്ഷനുമായി ബന്ധപ്പെട്ട് നാടകീയമായ മുഹൂർത്തങ്ങളാണ് അരങ്ങേറിയെന്നാണ് അറിയാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ജാസ്മിനെ സംബന്ധിച്ച് ജാസ്മിൻ സമനില തെറ്റിയ അവസ്ഥയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ജാസ്മിനെ സംബന്ധിച്ച് ആകെയുള്ളൊരു തുണ വേണമെങ്കിൽ റസ്മിൻ ബായ് മാത്രമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപക്ഷെ ഗബ്രി പോയതിന് ശേഷം ജാസ്മിൻ്റെ ഒരു ഏക സുഹൃത്ത് എന്ന് വേണമെങ്കിൽ, ഉറ്റ സുഹൃത്ത് എന്ന് വേണമെങ്കിൽ റസ്മിൻ ബായിയെ പറയാമായിരുന്നു. റസ്മിൻ ബായി ആണ് ദയനീയമാംവിധം ബിഗ് ബോസ് ഹൗസിനോട് വിട പറഞ്ഞിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണി ടാസ്കിൽ പെട്ടിയെടുക്കണമെന്നുള്ള ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതൊന്നും നടപ്പിലായില്ല. വളരെ വിഷമത്തോടു കൂടി ദുഃഖിതയായി ബിഗ് ബോസ് ഹൗസിൽ നിന്നും പ്രധാന വാതിലിലൂടെ പുറത്തു പോകേണ്ടുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. ഒരുപക്ഷെ പവർ റൂമിൽ ഒരിക്കൽ കൂടി കയറാൻ സാധിച്ചിരുന്നെങ്കിൽ കുറച്ചു കാലം കൂടി അദ്ദേഹത്തിന് സേവ് ആവാൻ സാധിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ പവർ റൂമിൽ കയറിയ വ്യക്തിയും റസ്മിൻ ബായി ആണ്. എന്നാൽ നോറയെ പോലുള്ള മറ്റു ചില മത്സരാർത്ഥികളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ചു എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചു. എന്നാൽ പ്രേക്ഷകരുടെ വോട്ട് നേടിയെടുക്കാൻ റസ്മിൻ ബായിയുടെ ചില ചേഷ്ടകൾ കൊണ്ട് സാധിച്ചില്ല. പ്രത്യേകിച്ച് ഈ ജാസ്മിൻ്റെ കോംബോയെ ഒരു വാല് പോലെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതം, അത് പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിവേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പുറത്താകൽ ജാസ്മിന് ചെറിയ രീതിയിൽ ഹെൽപ്പ് ചെയ്യും. എന്നാൽ ജാസ്മിന് ഇതൊരു വലിയ ഗുണമാകുമെന്ന് തോന്നുന്നില്ല. കാരണം റസ്മിന് വോട്ട് വളരെ കുറവാണ്. വോട്ട് ഷെയർ വളരെ കുറഞ്ഞൊരു വ്യക്തിയാണ് റസ്മിനും ഗബ്രിയും. എന്നാൽ അൻസിബയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജാസ്മിനുമായി വലിയൊരു ഫൈറ്റ് ഇപ്പോൾ നടക്കുന്നു. ഒരുപക്ഷെ 2ാം സ്ഥാനത്തേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന അൻസിബയ്ക്ക് ഒരുപക്ഷെ ലഭ്യമാകാൻ പോകുന്ന വോട്ടുകൾ ഋഷിയും അതുപോലെ തന്നെ ശ്രീതുവും അപ്സരയും ഒക്കെ പുറത്തു പോകുമ്പോൾ അവിടെയാണ്. എന്നാൽ ജാസ്മിന് ലഭിക്കുക ഈ പറഞ്ഞ ഗബ്രിയുടെയും റസ്മിൻ ബായിയുടെയും ഒരു ഫാൻസിൻ്റെ വോട്ടാണ്. ഈ രണ്ടുപേരും പവർ റൂമിൽ കയറി ഒളിച്ചിരുന്ന് ഇത്രയും കാലം കടന്നുകൂടിയ വ്യക്തികളാണ്. ഇവർക്ക് വോട്ടിങ് ഷെയർ തീരെ ഇല്ലാത്ത വ്യക്തികളാണ്. അതുകൊണ്ട് ജാസ്മിന് വലിയൊരു ഗുണം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ 3ാം സ്ഥാനത്തേക്കോ 4ാം സ്ഥാനത്തേക്കോ പിന്തള്ളപ്പെട്ടേക്കാം. ഇപ്പോൾ ക്യാപ്റ്റനായി അഭിഷേക് വന്നിട്ടുണ്ട്. അഭിഷേകിൻ്റെ ഒരു മിന്നുന്ന പ്രകടനം കൂടി ഈ വരുന്ന ദിവസങ്ങളിൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിലവിൽ മുന്നിൽ നിൽക്കുന്ന പല മത്സരാർത്ഥികളെയും അഭിഷേക് അട്ടിമറിക്കാനുള്ള ചാൻസ് ഉണ്ട്. കുറച്ചുകൂടി അഗ്രസീവായിട്ട് കളിക്കുകയാണെങ്കിൽ തീർച്ചയായും അഭിഷേകിന് വലിയ ഫാൻ ബേസ് ഉണ്ടാക്കിയെടുത്ത് വിജയ് പോലും ആവാൻ സാധിക്കും. എന്നാൽ അഭിഷേക് അത്രത്തോളം കടന്ന് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എനിവേ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം. റസ്മിൻ ബായിയുടെ ഒരു എവിക്ഷനെ പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.